അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെ സാമ്പാർ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുള്ള സാമ്പാറാണിത്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ പരിപ്പ് നല്ലതുപോലെ കഴുകിയിട്ട് കുക്കറിലിടുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പോളം നമ്മൾ പുളി പിഴിഞ്ഞതും ഒഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അരിച്ചിട്ടാണ് എടുക്കുന്നത്. കച്ചറയ്ക്ക് ഉണ്ടെങ്കിൽ അരിപ്പയിലാകുമല്ലോ. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കല്ലുപ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി ഒരു 2-3 വിസിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തുറന്നു നോക്കിയാൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് സാമ്പാർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിലോട്ടേക്ക് തന്നെയാണ് ഇതെല്ലാം ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ടാണ് അടക്കുന്നത്. പച്ചക്കറിയൊക്കെ അടിയാണ്ട് കിട്ടേണ്ടിയിട്ടാണ് വിസിൽ ഊരിയത്. ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ വെളിച്ചെണ്ണ തന്നെ വറുത്താലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വറുത്തിട്ടെടുക്കാം. ഇത് ഞാൻ നേരത്തെ വാങ്ങി വെച്ച മീനായിരുന്നു. അപ്പോൾ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ച്. ഈ ഒരു സാമ്പാറിൻ്റെ കൂടെ വേറൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചത്. പിന്നെ ഇവിടെ നല്ല കാറ്റും മഴയും ഇടിയും മിന്നൊക്കെയാണ്. അപ്പം നമ്മൾ തേങ്ങ ഇതാ ചെറിയൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 കായ്മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു പിടി ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ അടുപ്പത്താക്കിയ ഈ കഷ്ണങ്ങളൊക്കെ ഇതടി അടിയാണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വിസിൽ കഴിച്ചുകൊണ്ടാണ് ഇത് അടിയാണ്ട് കിട്ടിയത്. അല്ലെങ്കിൽ വിസിലിട്ടാൽ വിസിൽ അടിയുമ്പോൾ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് അടിഞ്ഞങ്ങ് പോകും. അപ്പോൾ നമുക്ക് അടിയാണ്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നേരത്തെ വറുത്ത് നമ്മുടെ ഈ തേങ്ങ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടേക്ക് തന്നെ നമ്മളിത് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വറുത്ത് വെച്ച, അതായത് വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ച തേങ്ങൻ്റെ ഒപ്പം ഈ ഒരു കായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും. അതുപോലെ തന്നെ സാമ്പാറിൽ വയ്ക്കുന്ന അരപ്പായതുകൊണ്ട് നല്ല ടേസ്റ്റും ആയിരിക്കും. അതാട്ടോ നമ്മൾ ഈ കായപ്പൊടി വറുത്ത തേങ്ങയിലേക്ക് ഇട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അരപ്പൊക്കെ പാർന്നതിന് ശേഷം സാമ്പാറിലോട്ടേക്ക് ഇടാം. വറുത്ത തേങ്ങ മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചിട്ടെടുത്തിട്ട് വരാം. അപ്പോൾ അരപ്പ് ഇതവിടെ റെഡിയായി. ഇനി ഇത് സാമ്പാറിലോട്ടേക്ക് ഒഴിക്കാം. നല്ല മണാട്ടോ ഇത് ഒഴിക്കുമ്പോൾ. ഇനി മിക്സിയിലുള്ള ബാക്കിയൊക്കെ വെള്ളം ഒഴിച്ച് കുലുക്കി ഇതിലോട്ടേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ അരപ്പ് പാർന്നേരം തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കളറും മാറി. അതുമാത്രമല്ല നല്ല മണവും വരാൻ തുടങ്ങിയിട്ടാ. ഇനി ഇതിലോട്ടേക്ക് ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നേരത്തെ എടുത്ത ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ വെണ്ടയ്ക്ക ഉണ്ടല്ലോ അതൊന്ന് ചെറുങ്ങനെ വാട്ടിയെടുത്തിട്ട് സാമ്പാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇങ്ങനെ തന്നെ ചെയ്താലേ വെണ്ടയ്ക്ക തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിന് ഈ വെണ്ടയ്ക്ക അടിഞ്ഞു പോകൂല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.